ഇതിലേക്കൊന്ന് ഒഴിച്ചു. ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോണത് ഉണക്കമീനും മാങ്ങയും കൂടിയിട്ടുള്ളൊരു കറിയാണ്. അതിന് ഒരു 200 ഗ്രാമോളം ഉണക്കമീൻ, കടബ്രാലെന്ന് പറഞ്ഞിട്ടൊരു ഉണക്കമീൻ എടുത്തേക്കണം. അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 100 ഗ്രാമോളം വരും മാങ്ങ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഇതൊന്ന് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മാങ്ങ കഷ്ണങ്ങൾ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. മാങ്ങയുടെ കഷ്ണങ്ങൾ കൂടി ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതായത് കറിവേപ്പില, ഞാനൊരു 2 തണ്ട് കറിവേപ്പിലോളം എടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില, പച്ചമുളക് ഒരു 3 എണ്ണം നീളത്തിൽ കീറിയത്, ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം, ചുവന്നുള്ളി 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിൻ്റെ കൂടെ തന്നെ മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്. ഉണക്കമീനിൽ ഉപ്പുള്ളതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി, അല്ലെങ്കിൽ കൂടിപ്പോവാം. കുറച്ച് ഉപ്പ്. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കണം. അതിനുവേണ്ടി ഞാനൊരു കപ്പോളം തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതൊന്ന് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം പോരാത്ത വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ വെള്ളം കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കണേ. അതിനുശേഷം ഇതൊന്ന് ഗ്യാസ് സ്റ്റവ് കത്തിച്ചിട്ട് ഇത് വേഗം സ്റ്റൗവിൽ വയ്ക്കണം. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നമ്മുടെ ഈ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കണം. അത് ഞാനൊരു കടായി എടുത്തിട്ടുണ്ട്. ഇത് അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. കടായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, രണ്ട് ചുവന്നുള്ളി, 2 വറ്റൽമുളക്, ഇതിലേക്കൊന്ന് ഒഴിച്ചു. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം.